10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ മാപ്പുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ പർവ്വതനിരകൾ അടയാളപ്പെടുത്തുക. ആദ്യമായി ആരവല്ലി പർവ്വതനിര രാജസ്ഥാൻ്റെ തെക്ക് വടക്കായി ഏതാണ്ട് മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്നു. മധ്യപ്രദേശിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് മധ്യപ്രദേശിൻ്റെ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുന്ന വിന്ധ്യ പർവ്വതനിര, മധ്യപ്രദേശിൻ്റെ തെക്ക് ഭാഗത്തിലൂടെ കടന്നു പോകുന്ന സത്പുര. ഇനി പശ്ചിമഘട്ടം. ഈ കാണുന്ന മുനമ്പ് മുംബൈയാണ്. മുംബൈയുടെ അല്പം കിഴക്കുമാറി ആരംഭിച്ച് ഏതാണ്ട് കന്യാകുമാരി എത്തുന്നതിന് തൊട്ട് മുൻപായി അവസാനിക്കുന്ന ഈ പർവ്വതനിര നമ്മുടെ പശ്ചിമഘട്ടം. ഗോവയുടെ കിഴക്കേ അതിർത്തിയിലൂടെ കടന്നുപോയി കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തിയിലൂടെ കടന്നുപോയി എടുത്തും അവസാനിക്കുന്നു. പൂർവ്വഘട്ടം തമിഴ്നാടിൻ്റെ ഈ പ്രദേശത്ത് നിന്നും ആരംഭിച്ച് ഒറീസയിൽ ഏതാണ്ട് മധ്യഭാഗത്ത് അവസാനിക്കുന്നു. തുടർച്ചയില്ലാത്ത പർവ്വതനിരയാണ്. ഇനി നമുക്ക് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ കിഴക്കൻ മലനിരകൾ പരിചയപ്പെടാം. ഈ കാണുന്ന നാഗാലാൻഡിൽ വടക്ക് ഭാഗത്തായിട്ട് പാത്കൈബൂം പർവ്വതനിര, നാഗാലാൻഡ് തെക്ക് ഭാഗത്തായിട്ട് നാഗാ കുന്നുകൾ. ഈ കാണുന്ന മിസോറാമിൽ മിസോ കുന്നുകൾ. ഈ കാണുന്ന മേഘാലയയിൽ ഗാരോ, ഖാസി, ജയന്തിയ മലനിരകൾ. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന നദികൾ: 1 മഹാനദി, വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിലൂടെ മധ്യപ്രദേശിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തിലൂടെ ഒഴുകി മഹാരാഷ്ട്രയിലൂടെ കടന്ന് നേരെ ഗുജറാത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ. താപ്തി. ഇവിടെ നിന്നും ആരംഭിച്ച് മൈക്കില നിരകളിൽ നിന്നും ആരംഭിച്ച് മധ്യപ്രദേശിലെ മൈക്കില നിരകളിൽ നിന്നും ആരംഭിച്ച് ഏതാണ്ട് നർമ്മദയ്ക്ക് സമാന്തരമായി ഗുജറാത്തിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നദിയായ ഗോദാവരി ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെയാണ് അവസാനിക്കുന്നത്. സംസ്ഥാനങ്ങളിലൂടെ തെലങ്കാന, ആന്ധ്രയുടെ ഇവിടെ അവസാനിക്കുന്നു. കൃഷ്ണ നദി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ അവസാനിക്കുന്നു. ഇത് കൃഷ്ണനദിയാണ്. കൃഷ്ണനദിയുടെ പോഷക നദി തുംഗഭദ്രയും ഭീമയുമാണ്. ഇനി കാവേരി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാട്ടിന് തെളിനീര് നൽകുന്ന വളഞ്ഞൊഴുകുന്ന ഈ നദി ഒരുപാട് പ്രദേശത്തേക്ക് ശുദ്ധജലം നൽകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട നദിയാണ് മഹാനദി. ഇവിടെ നിന്നും ഛത്തീസ്ഗഡിൻ്റെ മധ്യഭാഗത്തിലൊഴുകി ഒറീസയുടെ മധ്യഭാഗത്തിൽ കൂടെ പോയി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നമുക്ക് പ്രധാന പീഠഭൂമികൾ പരിചയപ്പെടാം. 1 മാൾവ പീഠഭൂമി, മധ്യപ്രദേശിൻ്റെ ഈ ഭാഗത്തായി രാജസ്ഥാൻ മധ്യപ്രദേശ് അതിർത്തിയിൽ മധ്യപ്രദേശിൻ്റെ വടക്ക് ഭാഗത്തായിട്ടുള്ള ഈ പീഠഭൂമി മാൾവ പീഠഭൂമി. തുടർന്ന് മധ്യപ്രദേശിൻ്റെ കിഴക്ക് ഭാഗത്തു നിന്നും ആരംഭിച്ച് ഏതാണ്ട് വലിയൊരു പ്രദേശമുള്ള ഛോട്ട നാഗ്പൂർ പീഠഭൂമി. അതിനുശേഷം ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പീഠഭൂമിയായ ഏറ്റവും പഴക്കം ചെന്ന പീഠഭൂമിയായ ഡെക്കാൻ പീഠഭൂമി. ഇവിടെ കച്ച്, ഇവിടെ കത്തിയവാർ. തുറമുഖങ്ങൾ അടയാളപ്പെടുത്താം. ആദ്യമായി കണ്ട്ല തുറമുഖം, ഗുജറാത്തിൻ്റെ ഈ കൈകളിൽ കണ്ട്ല തുറമുഖം.
ഇവിടെ കണ്ട തുറമുഖം. ഇത് മുംബൈയാണ്. മുംബൈ തുറമുഖം. തൊട്ട് താഴെ തെക്ക് ഭാഗത്ത് നെവാഷവ തുറമുഖം. ഗോവ, ഗോവ, ഗോവയുടെ വടക്ക് ഭാഗത്ത്. അതിനുശേഷം കേരളം കഴിഞ്ഞ ഉടനെ കർണാടകയിൽ മംഗലാപുരം തുറമുഖം. കേരളത്തിൽ കൊച്ചി. തെക്കേ ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള തുറമുഖം തൂത്തുക്കുടി. ഇവിടെ ചെന്നൈ. അതിനുശേഷം വിശാഖപട്ടണം. അതിനുശേഷം പാരദ്വീപ് തുറമുഖം. ഏതാണ്ട് ഇവിടെ വരുന്ന പാരദ്വീപ് തുറമുഖം. ശേഷം പശ്ചിമ ബംഗാളിൽ 2 തുറമുഖങ്ങൾ. ഒന്ന് ഹാൽഡിയ, 2 ഇവിടെ കൊൽക്കത്ത.